പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ മൂക്കിന്റെ തുമ്പത്തെത്തി. ഇന്ന് വെനസ്ഡേ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓണം ബ്ലാസ്റ്റ് ആക്കണ്ടേ? ഓണം ബ്ലാസ്റ്റ് ആക്കാനായിട്ടുള്ള കുറെ ഐറ്റംസ് ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ 8 o'clock ആയി. നമുക്ക് നമ്മുടെ തറവാടുകളിലേക്ക് ഒന്ന് വിസിറ്റ് നടത്താം. അപ്പോൾ ഓണത്തിന് കഴിക്കാൻ പറ്റിയ അഫോർഡബിൾ എന്ന് ഞാൻ പറഞ്ഞില്ല, ഓണത്തിന് എന്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ് ആണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് നമുക്ക് അടിച്ച് സെറ്റ് ആവാൻ മാത്രമല്ല, നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരാൾ ഓൾറെഡി സെറ്റ് ആവാൻ തുടങ്ങി തോന്നുന്നു. അപ്പൊ എന്നിരുന്നാലും നമുക്ക് വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MBT. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇന്നിപ്പോ വെനസ്ഡേ ആണ്. തേഴ്സ്ഡേ, സാറ്റർഡേ, ഫ്രൈഡേ, എന്ത് പണ്ടാരാണ് ഇപ്പൊ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ ഇനി ഓണത്തിന്. ആക്ച്വലി ഇപ്പോഴും ഓണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ അത്ര തിരക്കില്ലാട്ടോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല തിരക്കാണ്. ഇവിടെയൊക്കെ ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ ഒന്ന് പതുക്കെ മൂവ് ചെയ്തത് നമ്മള്. പക്ഷെ ഇന്നൊക്കെ തിരക്ക് കുറഞ്ഞു കേട്ടോ. നമ്മുടെ സീമാസ് ഇപ്പൊ തിരക്ക് കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും ഏകദേശം ഇപ്പൊ ഒരു 80% ആൾക്കാർ ഇപ്പൊ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടിട്ടുള്ള അത്രയും ഒരു തിരക്കൊന്നും നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി. കാരണം കഴിഞ്ഞ എല്ലാ ദിവസവും ഞാൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതവണ എനിക്ക് റോഡിലൂടെ പോകേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് ഈ ടൈമൊക്കെ തന്നെ. ഇതും ഇതിൽ പല സമയങ്ങളിൽ പോയത്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തിരക്കാണ്. പക്ഷെ ഇന്ന് അത്രയൊന്നും തിരക്ക് കാണുന്നില്ല. ഞാൻ ഇവിടെ തന്നെ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇവിടെയാണ്. കണക്ഷൻ അല്ല, കളക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ വരുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാമല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്യുന്നു. കാരണം ആലപ്പുഴയിൽ നമ്മുടെ ബോട്ടിയിൽ അവിടെ കൺസ്യൂമർ ഫെഡ് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യ സാധനങ്ങളുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കൺജസ്റ്റഡ് ആണ്. അതായത് സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആ തിരക്കിനിടയിൽ നമ്മൾ കയറി ഇറങ്ങി ഈ പരിപാടിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. ഇത് പറ്റി ഇവിടെയും ആൾക്കാർ ഷോപ്പിംഗ് ഒക്കെ. എന്റെ അമ്മോ, മുട്ടൻ തിരക്കാണ് മക്കളെ, മുട്ടൻ തിരക്കാണ് മക്കളെ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ചാമ്പിയിട്ട് നമുക്ക് പോകാം. ഇവിടെ തന്നെ ഇടാം, അതാവും ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കാണട്ടാ. തിരക്കെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ആക്ച്വലി ഇവിടുത്തെ തിരക്ക്. ഇന്നിപ്പോ ആക്ച്വലി തിരക്കൊക്കെ കൊഴിഞ്ഞു വേണമെന്ന് ഞാൻ പറയാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഫൈനലി നമ്മളിവിടെ എത്തി. നോക്കട്ടെ ഏത് വേണം നിങ്ങൾ പറ. ഇവിടെ ഏതെങ്കിലും വോഡ്ക ഈ കാണിക്കുന്നിടത്ത് ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ലെമൺ ഫ്ലേവർ റമ്മുണ്ട്. പിന്നെ അതെല്ലാം ഡാർക്കാണ്, നിങ്ങൾക്കറിയാലോ. ആയിരിക്കുന്ന എല്ലാം നിങ്ങൾക്കറിയാം ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അത്ര അങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട. ഏതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓണം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇത്തിരി അഫോർഡബിൾ ആവണം, എന്നാൽ നമുക്ക് സാറ്റിസ്ഫൈങ് ആവണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരുണ്ടാകും നോക്കട്ടെ. ഇത് കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മേടിക്കാനല്ല പറയുന്നത്. ലെഗസി ബ്ലെൻഡഡ് വിസ്കിയാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് മോർഫിയസ്, നമ്മുടെ ജിമ്മൻ്റെ ഫേവറേറ്റ് സാധനമാണ് മോർഫിയസ്. 1920 ആണെങ്കിലും ഏതൊരു ആഘോഷത്തിനും പറ്റിയൊരു ഐറ്റമാണ് മോർഫിയസ്. പിന്നെ ലേമോണ്ടിൻ്റെ ഗോൾഡൻ ബ്രാൻഡി കുറേ കാലമായി കണ്ടിട്ട്. 900 രൂപ കേട്ടോ. ലിറ്ററാണ്, ഫുള്ളാണ്. ഫുള്ള് മറ്റേത് പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു എന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല.
സ്റ്റെർലിംഗ് നല്ല സാധനമാണ്, നമ്മുടെ റമദയിലൊക്കെ ഉള്ള സാധനമാണ്. സ്റ്റെർലിംഗ് റിസർവ് 1440 രൂപ. ഞാനിത് എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. കെറ്റൽ വൺ നല്ലൊരു ചോയ്സാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നല്ല റേറ്റാണ്. ഇത് കണ്ടിട്ടില്ല, നല്ല രസമാണ് കാണാനായിട്ട്. ലിറ്റർ ആണെന്ന് തോന്നുന്നു, ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. ഇതിൻ്റെ 2310 രൂപ. ലിറ്റർ ആയിരിക്കണം. 2310 രൂപ. ഡ്യൂ ക്യാപ്പ് എത്ര ലിറ്ററാ? 1 ലിറ്റർ അല്ലേ? അതെ, 1 ലിറ്റർ 1000 മില്യൺ. ഈ സാധനം കൊള്ളാം. നമുക്കിത് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇതാക്കിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുക. സംഭവം കൊള്ളാം. എന്നാൽ പിന്നെ എന്തിനാ 2310 രൂപ കൊടുക്കാമെങ്കിൽ പിന്നെ ഗ്ലെൻഗാരി എടുത്താൽ എന്താ കുഴപ്പം? ബ്ലാക്ക് ലേബൽ 560 രൂപ. 560 രൂപയുടെ സാധനം. 560 ആയിരിക്കില്ല, 5600 ആയിരിക്കും. 560 രൂപയോ? വൈനാണ്. വെറുതെ തെറ്റിദ്ധരിച്ചു, വൈനായിരുന്നു. അല്ലാതെ 560 രൂപയ്ക്ക് ഫുള്ളും ലിറ്ററൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്താ വെള്ളരിക്കപ്പെട്ട. ഗോൾഡൻ സ്ട്രൈപ്സ് നല്ലതാണ്, പക്ഷെ നമ്മൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. തിരക്കാണ് കേസ്, ഒരു രക്ഷയില്ല. നമുക്ക് ഡാർക്കിലേക്കൊന്ന് കടക്കാം, അവിടുത്തെ ക്രൗഡൊന്ന് വഴിയിട്ട്, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ക്ലബ് ഹൗസ് നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയുന്നതാണ്, നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ക്ലബ് ഹൗസ് ഒരു പ്രീമിയം റബ്ബാണ്, പക്ഷേ അതിൻ്റെ ഫുള്ളുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഏതൊരു ആഘോഷത്തിനും മുൻപന്തിയിലുള്ള ഒരാളാണ് ഓൾഡ് മങ്ക്. നമ്മുടെ കഴിഞ്ഞ സെലിബ്രേഷൻ വീഡിയോയിൽ കണ്ട, സെലിബ്രേഷൻ അല്ല, ഓണം നമ്മൾ തുടക്കം കൊണ്ടതാ സുപ്രീമിൽ നിന്നായിരുന്നു. അപ്പോൾ ഓൾഡ് മങ്കിൻ്റെ തലയുണ്ട്, ഉടലുണ്ട്, ഫുൾ ബോഡിയുണ്ട്. അപ്പോൾ ഏതൊരു ആഘോഷത്തിനും പറ്റിയൊരു ഐറ്റമാണ് ഓൾഡ് മങ്ക് ഡാർക്ക് റം. പിന്നെ കാലണ്ടർ ഉണ്ട്, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് അഭിപ്രായം പറയുന്നൊരു സാധനമാണ് കാലണ്ടർ. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ സ്വന്തം സാധനമായ സെലിബ്രേഷൻ റം പ്ലാസ്റ്റിക് ബോട്ടിലാണ്. 1070 രൂപയ്ക്ക് ഫുള്ള്. അല്ല, ഫുള്ളല്ല, ലിറ്ററാണ് കേട്ടോ. ലിറ്ററാണ് 1070 രൂപ. പിന്നെ അതിൻ്റെ തന്നെ ഫുള്ളുണ്ട്, അത് ഗ്ലാസ് ബോട്ടിൽ കേട്ടോ. അത് 880 രൂപയുള്ളൂ. പിന്നെ ജോളി ചേച്ചിയുണ്ട്, നമ്മൾ ഗോവയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഫിനിഷ് ഓഫ് ചെയ്ത ജോളി ചേച്ചി 1040 രൂപ. നല്ലൊരു അഭിപ്രായം, നമുക്ക് എൻജോയ് ചെയ്യാം മൂഡായിട്ട്. ഇഗ്നൈറ്റ് ബ്രാൻഡ് നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്തതാണ്, എനിക്ക് വലിയൊരു റോളില്ല അതിനെക്കുറിച്ച്. അസുര, ഇതാണല്ലേ നമ്മളോട് പലരും പറഞ്ഞ സാധനം, അസുര. 6 ബിവറേജസ്. എത്ര രൂപ? 1280 രൂപ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഫിനിഷിംഗ് ബോട്ടിലാണ്, ഫുള്ളാണ്. ഇതുവരെയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, പലരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെർക്കുലീസ്, അത് ഇത്തിരി കട്ടറമാണ്, ഞാൻ ഇത് ചെയ്യുന്നില്ല. പിന്നെ ലേമോണിൻ്റെ ബ്ലാക്ക് റം ഉണ്ട്, അതും വലിയ തരക്കേടില്ലെന്നേ പറയാനുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ബ്ലാക്ക് ബുൾ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ ബ്ലാക്ക് മാൻഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തതാണ് നമ്മുടെ ജോമോഞ്ചിയുടെ വീട്ടിൽ വെച്ച്. ഇതൊരു മസാല കൂട്ടൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി റമ്മാണിത്, പക്ഷെ അത്ര എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾഡ് ഹാബിറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പലരും ഓൾഡ് ഹാബിറ്റിൻ്റെ തന്നെ പൈൻറ്റും അരയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലെമൺ ഡാഷ് വലിയ തിരക്കിടില്ല, നമുക്ക് എൻജോയ് ചെയ്യാം. 1600 രൂപയാണ് കൂടുതൽ. പിന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള 1965 തന്നെ ലെമണോ മറ്റോ ഏതോ ഫ്ലേവർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 1210 രൂപയാണ്. പിന്നെ ആൻറ്റിഗ്വിറ്റി വലിയ റോൾ എനിക്ക് താല്പര്യമില്ല, ആൻറ്റിഗ്വിറ്റി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് നമ്മുടെ മാംഗോ ചില്ലി, സോറി അത് ഓറഞ്ച് ആട്ടോ. മാംഗോ ചില്ലിയുടെ മറ്റേ തീർന്നു പോയി, മൊത്തത്തിൽ തീർന്നു പോയെന്ന് തോന്നുന്നു കേട്ടോ. അത് ശരി, മൊത്തം
പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ, മാജിക് മൊമെന്റ്സ് ലിറ്ററാണ്, ഫുള്ളല്ല ലിറ്ററാണ്. ഏതൊരു ഫെസ്റ്റിവലിനും ഏതൊരു സന്തോഷത്തിനും ഓക്കെ. ഇത് നമ്മൾ റമദയിൽ വെച്ച് ട്രൈ ചെയ്ത സാധനമാണ്. ഇപ്പോഴാണ് ഇതായിരുന്നു ഞാൻ ഓർക്കുന്നത്. ഇപ്പം ആക്ച്വലി നമ്മൾ പലപ്പോഴും ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ റമദയിൽ വെച്ച് ട്രൈ ചെയ്തപ്പോഴാണ് ഈ സാധനം ഒന്ന് മനസ്സിലായത്. പിന്നെ സുബ്രോസ്ക എനിക്ക് അത്ര താല്പര്യമില്ല, ഞാനത് പറയുന്നില്ല. പിന്നെ മാജിക് മൊമെന്റ്സിന്റെ എല്ലാ ഫ്ലേവറും നമുക്ക് ഏത് കാലഘട്ടത്തിലും ഏത് സിറ്റുവേഷനിലും നമുക്ക് എൻജോയ് ചെയ്യാം. വലിയ വ്യത്യാസമില്ലല്ലോ. അസുരയുടെ ബ്രാൻഡി ഉണ്ട് കേട്ടോ, നമ്മളപ്പുറത്തെ റമ്മാണ് കണ്ടത്. അസുര ബ്രാൻഡി പുതിയ വേർഷൻ 1280 രൂപ. ഇത് വെറും റേറ്റ് മാത്രമേ ഉള്ളൂ, സാധനം വലിയ ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ബോട്ടിൽ ഷേപ്പ് നമ്മുടെ ഗ്ലെൻഫിഡിക്കിൻ്റെ ബോട്ടിൽ ഷേപ്പ് റിസംബിൾ ചെയ്യണം. ആക്ച്വലി കോപ്പി അടിച്ചെന്ന് വേണം പറയാം. പിന്നെ സെക്ഷൻ അത് ഹൈലി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നല്ല അട്ട സ്മോക്കിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് സാഹചര്യം എൻജോയ് ചെയ്യാൻ പറ്റും. സംഭവം ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ റിസർവ് 9000 രൂപയാണ്. ഇതിവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. ജോണി വാക്കർ ഗോൾഡിലേത് വെച്ചേക്കാം. ഇനി കൈ തട്ടി എങ്ങനെ പൊട്ടിയ പിന്നെ എന്നെ വെക്കേണ്ടി വരും ഇവിടെ. ഓക്കെ ഗായ്സ്, അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വാ നനയ്ക്കാനായിട്ട്, തൊണ്ട നനയ്ക്കാം എന്ന് കരുതി ഇറങ്ങി തിരിഞ്ഞപ്പോഴേക്കും ഒടുക്കത്തെ ബ്ലോക്കാണ് മക്കളെ. എന്ത് കാര്യത്തിനാണോ ഇവിടെ ബ്ലോക്ക് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ തുണിക്കടയും കച്ചവട കടയും എല്ലാം താണ്ടിയാണ് നമ്മൾ പിച്ചുവേർ ജംഗ്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇത്രയും ബ്ലോക്ക് വരേണ്ട ആവശ്യം എന്ത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല ആക്ച്വലി. ആൽക്കഹോൾ മാത്രമല്ല എൻജോയ്മെന്റ്, മദ്യമല്ല ഒരിക്കലും ഒരു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ അല്ല. ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. ആ ഒരു കാര്യം ഓർത്താൽ മാത്രമേ ജീവിതം ഉണ്ടാകത്തുള്ളൂ. ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തും ഉള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കണം. ഡ്രിങ്ക് റെസ്പോൺസിബിൾ എന്ന് ഞാൻ എന്നും ഉണർത്തിക്കാറുണ്ട്. അത് മാത്രം ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് എന്നും പറഞ്ഞ് ഞാനങ്ങ് പോകുന്നതല്ല. ഞാൻ എന്റെ വെട്ടിയും പിടക്കയൊക്കെ ഇട്ട് ഞാൻ വരുവാണ്. ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നതുള്ള അംഗം. അത് ഇന്ന് റെഡാണ്. റെഡ് കഴിഞ്ഞ ദിവസം ലൈവിൽ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് റെഡാണ്. അഡീഷണൽ വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല മുളകൊക്കെ ഇട്ട് നല്ല പോലെ ഫ്രൈഡ് ആക്കി എടുത്തിട്ടുണ്ട്. വയ്ക്കാൻ പാടും, നിറച്ച് കഴിഞ്ഞാൽ അത് പാടായിരിക്കും. ഇത്രയും മതി. ഇതാണ് അതിൻ്റെ ഐശ്വര്യം. ചിക്കൻ വിങ്സ് ഞാനിത് നോർമലി ഞാൻ പ്രിഫർ ചെയ്യാത്തൊരു സാധനമാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സന്ദീപ് സന്തോഷത്തോടെ തന്നല്ലേ, കോംപ്ലിമെന്ററി ആണ്, ഓണം സ്പെഷ്യലാണ്. ഈ ഫ്ലേവർ ഞാൻ എവിടെ കഴിച്ചിട്ടുണ്ടാക്കുന്നത്. സംഭവം നല്ല എക്സ്ട്രാ സ്പൈസിയാണ്, നല്ല ചില്ലി ഫ്ലേക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്.
ആരും ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കാതെ കേട്ടോ. ഓണവും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ മദ്യപിക്കാറില്ല. ദീസ് ആർ ജസ്റ്റ് ഫ്ലേവേർഡ് വാട്ടർ. മെയിൻ ചാമ്പ്യൻഷിപ്പ് പൂൾ ഗെയിം നടക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ബ്രോയാണ്. ഉടനടി നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് പിന്നെ പൂള് കളി അറിയാത്തത് കാരണം ഞാൻ അതിനൊന്നും മുതിരാറില്ല. നമ്മുടെ ചോയ്സും കാര്യങ്ങളൊക്കെ വേറെയല്ല, നിങ്ങൾക്കറിയാമല്ലോ. സോ ഒരു കമന്റേറ്ററി ആയിട്ട് MDTV വിൽ ബി ഗോയിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൾബലം കൂടി വരികയാണ്. അതൊക്കെ മാസ്റ്റർ പ്രൊഫഷണൽ പ്ലേസ് ആണ് കേട്ടോ, കാണുന്ന പോലെ. അടിപൊളി. സന്ദീപിനോട് പറഞ്ഞിട്ട് ഇതൊന്ന് സ്പൈസി ആക്കി തരാൻ പറഞ്ഞു. സ്പൈസി ആക്കി തരാം. സോ ഐസ് വന്ന സ്ഥിതിക്ക് ഇനി വെച്ച് നീട്ടുന്നില്ല. ഫ്ലേവേർഡ് വാട്ടർ ഒന്ന് തണുപ്പിക്കാൻ സമയം ആഗതമായി. ഇത് ആൽക്കഹോൾ ആണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ വളരെ യാദൃശ്ചികം മാത്രം. ദിസ് ഈസ് ഇൻ ആൽക്കഹോൾ. ദീസ് ആർ ജസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലേവേർഡ് വാട്ടർ. അതുകൊണ്ട് ആരും വെപ്രാളപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനോ നിയമപ്രശ്നങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട. ഫ്ലേവേർഡ് വാട്ടർ ഡസൻ കം അണ്ടർ അബ്കാരി ആക്ട് സെക്ഷൻ 55. അതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്നെ ആരും പിടിച്ചകറ്റാൻ വേവലാതിപ്പെടേണ്ട. ഐ ഹാവ് മൈ അഡ്വക്കേറ്റ് അഡ്വൈസ് ഫ്രം ഹൈ. അല്ലാതെ ഒരു സ്കോച്ച് വിസ്കിക്കകത്ത് കണ്ടമാനം സോഡയും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ പറ്റൂല. പക്ഷേ നിങ്ങൾക്കറിയാം, ഈവൻ ഇഫ് ഇറ്റ്സ് ജോണി വോക്കർ, റെഡ് ലേബലിന് ഞാൻ ആ റെസ്പെക്ട് കൊടുക്കൂല. കാരണം ജോണി വോക്കർ സീരീസിലെ ഏറ്റവും വേഴ്സ്റ്റ് വേരിയന്റ് ആണ് ജോണി വോക്കർ റെഡ് ലേബൽ. അത് ഞാൻ അന്നും ഇന്നും എന്നും പറയും. കാരണം എന്റെ എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയ റിവ്യൂസ്, അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ജോണി വോക്കർ സീരീസിലെ ഏറ്റവും കൊള്ളാത്തൊരു വേർഷനാണ് ജോണി വോക്കർ റെഡ് ലേബൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് MD നിങ്ങൾ ഇന്ന് ഇത് ട്രൈ ചെയ്തത്? നമുക്ക് എപ്പോഴും ഒരു വെറൈറ്റി ആണല്ലോ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ പുറകെ പോയി. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ ബ്രാൻഡ്സുകളെല്ലാം തന്നെ ഞാൻ ട്രൈ ചെയ്തു ഈ 3 വർഷം കൊണ്ട്. ഈവൻ നമ്മുടെ റെഡ് ലേബൽ പോലും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ലേബൽ ആയതുകൊണ്ടാണ് ഇന്ന് റെഡ് പിടിക്കാന്ന് കരുതി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഓണമല്ലേ, കളർഫുൾ ആവണ്ടേ. പക്ഷേ ഈ റെഡ് ലേബലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് നമ്മുടെ നോർമൽ വിസ്കിയുടെ കളർ, ഒരു ഗോൾഡൻ ഫിനിഷ് ആണ് ആക്ച്വലി. ഞാനന്ന് ആക്ച്വലി റെഡ് ലേബലും ബിയറും കൂടെ മിക്സ് ചെയ്തൊരു ഒരു ആവശ്യമില്ലാത്ത ടോട്ടൽ വേസ്റ്റേജ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. അത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുത്തു പോയതാണ് ആക്ച്വലി. അല്ലാതെ എനിക്ക് റെഡ് ലേബലോട് വലിയ താല്പര്യമില്ല. പക്ഷെ അന്ന് ബിയറുമായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ആൻ എക്സ്പ്ലോസീവ് കോംബോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്ര പ്രിഫറൻസ് ഇല്ലാത്തത്. സിംഗിൾ പീസ് ആയിരുന്നു മതി. എൻ്റെ അമ്മച്ചി, ഇതെന്താ ഡ്രങ്കന്റെ വകയാ? സയാമി സെറ്റാണെന്നല്ല, 3 പേര്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ആക്ച്വലി. അന്ന് എനിക്ക് തോന്നുന്നു ആ ബിയറുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് അന്ന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായത്. പക്ഷെ ഇന്ന് ഇവനോട് എനിക്ക് വളരെയധികം താല്പര്യം തോന്നും. ആ ഒരു പഴയ ആ സ്മോക്കി ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണം. വിന്റേജ് ജോണി വോക്കർ സ്റ്റൈൽ. ഇപ്പൊ എന്തായാലും ഓണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓണം സ്പെഷ്യൽ ആണെങ്കിൽ പോലും ഇവിടെയും ഓണം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലുള്ള എവിടെയായാലും ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് എല്ലായിടത്തും ഓഫേഴ്സ് ഉണ്ട്. ഈവൻ റമദയിൽ പോലും ബിഗ് ഓഫർ ഉണ്ട്. അത് നിങ്ങൾ ഓർക്കണം. അതിന്റെ ഓണം ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഓണ സദ്യയാണ് ഏറ്റവും ബിഗ് ഹൈലൈറ്റ്. നോർമൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഓർക്കണം, ഇവിടുത്തെ കാര്യം നമ്മൾ മറ്റുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ഒരു പൊറോട്ടയ്ക്ക് 99 രൂപ അപ്രോക്സിമേറ്റ് പറയട്ടെ, കംപ്ലീറ്റ്ലി റൗണ്ട് അബൌട്ട് ആണെങ്കിൽ 100 രൂപയാണ് ഒരു പൊറോട്ടയുടെ വില. അപ്പോൾ ഒരു നോർമൽ മീൽസിന്റെ വില നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക,
ഓണം സ്പെഷ്യലായിട്ട് ഇവർ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുമ്പോൾ ഇതാണ് ആ ഓഫർ. അതെ, റമദയുടെ തന്നെ ഓണസദ്യയാണ് മക്കളെ. ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഓണത്തിനോട് മാത്രം, ഓണം സ്പെഷ്യലാണ്. അതെ, ഈ ഒരു പ്രൈസ് ടാഗ് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, അത് MD പറഞ്ഞുതരാം. റമദയുടെ ഓണസദ്യ എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ആലപ്പുഴയിൽ മറ്റെവിടെയും ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂല. ഇതിപ്പോ പ്രൊമോഷൻ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് പലരും തോന്നും, ബട്ട് ദിസ് ഈസ് ഇൻ എ പ്രൊമോഷൻ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മാത്രമേ MD പറയാറുള്ളൂ. ഞാൻ ഇന്നവരെ പ്രൊമോഷൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഈ ഒരു 699 699 ടാഗിന് നിങ്ങൾക്ക് 27 ഐറ്റംസ് ആണ് കിട്ടുന്നത്. നമ്മൾ നോർമലി ഓണസദ്യക്കുന്ന നിങ്ങളപ്പോ ചിന്തിക്കും 27 ഐറ്റംസ് ഒക്കെ എന്തുവാടേ എന്നൊക്കെ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ 27 ഐറ്റംസും ഹൈലി വെൽത്തി, ഹൈലി ക്വാളിറ്റിയാണ്. അതാണ് റമദാൻ സ്പെഷ്യൽ. എന്റെ മനസാക്ഷിക്ക് ഓക്കെ എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അന്നും ഇന്നും ഞാനതേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 699 രൂപയ്ക്ക് നിങ്ങൾ ഫാമിലിയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആക്കാം. അപ്പൊ നിങ്ങൾ പറയും, ഓണത്തിന് ആരുടെ ഈ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നത്? പക്ഷേ ഇതൊരു ചോയ്സ് ആണ്. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഈ 699 രൂപയ്ക്ക് ഒരു ഫാമിലി മൊത്തം എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പാഴ്സ എന്ത് വാട്ട് മേ ബി. അപ്പോൾ പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റമദയുടെ 699 രൂപ, റമദയ്ക്ക് വേണ്ടി നിങ്ങൾ 699 രൂപ ചെലവാക്കുന്നു 699. പക്ഷേ അത് ആബ്സല്യൂട്ട്ലി വർക്ക് ഫോർ യുവർ മണി. അതാണ് എന്റെ ഗ്യാരണ്ടിയാണ്. ഇപ്പോഴല്ല നിങ്ങൾ ചിന്തിക്കും ദിസ് ഈസ് എ പ്രൊമോഷൻ, ദിസ് ഈസ് നെവർ എ പ്രൊമോഷൻ. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡഡ് ആയിട്ടും ഒരു എന്താ പറയാ, എൻ്റെ ഒരു മനസാക്ഷി. കാരണം ഞാൻ ഇവിടുത്തെ ഇത്രയും കാലമായിട്ടുള്ള എനിക്കറിയാം ഇവരെന്താണെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇതാരോടും റെക്കമെൻഡേഷൻ മാത്രമാണ്, അല്ലാതെ ആരുടെയും ഒരു എന്താ പറയുക ഇതൊന്നും ചെയ്യുമല്ല. നിങ്ങൾ ഇവിടെ വരണം അല്ലെങ്കിൽ ഇത് മേടിക്കണം എന്ന് പറഞ്ഞുള്ള കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു അഡ്വൈസ്, അഡ്വൈസ്. 난 구름 위를 날고 있어 아래엔 간혹 도시가 보이고. ഇതിന് ആക്ച്വലി ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പോ അത് മറന്നുപോയി. ആക്ച്വലി ഇത് കണ്ടില്ലേ, ഇതിന്റെ ടോപ്പിൽ മാത്രമാണ് നമ്മുടെ റെഡ് ലേബൽ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ബിലോ കംപ്ലീറ്റ്ലി സോഡ. ഇതെടുത്ത് പിടയ്ക്കുമ്പോൾ ഒറ്റ അടി അടിക്കണം, ഒറ്റ വലി. അപ്പൊ ഈ സോഡ അമിതമായിപ്പോ എന്നാണ് എന്റെ ഒരു ധാരണ ആക്ച്വലി. ഓക്കെ, ഇത് ആക്ച്വലി ടിപ്പിക്കലി ഹോട്ട്, ആബ്സല്യൂട്ട്ലി ഹോട്ട്. ഒറ്റയടി കടിക്കാൻ പറ്റും തോന്നുന്നില്ല. I will try my best. Top layer completely it was filled up with alcohol. അതിന്റെ ബേസിൽ മാത്രമേ ഉള്ളൂ സോഡ ആൻഡ് ഐസ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി കഴിച്ചാൽ മാത്രമേ ആ ഒരു പുകച്ചിൽ മാറത്തുള്ളൂ. സോ ഐ ജസ്റ്റ് ഡിഡ് ദാറ്റ്. അയ്യോ, ഇതിന്റെ കാര്യം മറന്നുപോയി. നമ്മുടെ ചിക്കൻ വിങ്സ്, കാടക്കോഴിയാണോ വാട്ടർ മേ ബി. ആപ്റ്റ് ആയിട്ടുള്ള ഓണം സെലിബ്രേഷൻ നമ്മുടെ നെക്സ്റ്റ് വെനസ്ഡേ. ഇന്നിപ്പോ നിങ്ങൾ വീഡിയോ കാണുന്ന വെനസ്ഡേ, ദി കമ്മിങ് വെനസ്ഡേ ആണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ ബ്ലാസ്റ്റ് വരുന്നത്. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ MD, ഡ്രങ്കൻ ജി, ജിമ്മൻ, ജോമോൻ ജി, പിന്നെ നമ്മുടെ ബ്രോ, ഇത്രയും പേര് അതിനകത്ത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആണ്. ഇനി ആരൊക്കെ ജോയിൻ ചെയ്യും
ഏതൊക്കെ ബ്രാൻഡുകളാണ് വരാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പൊ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ വീഡിയോ ആരും മിസ് ചെയ്യരുത്. കാരണം ഈ വർഷത്തെ ഏറ്റവും മികച്ച വീഡിയോ എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് വീഡിയോ ഇൻ ദിസ് ഇയർ. എന്റെ മുതലാളി ടൂറിലാണ്. എടാ ജീപ്പാണ്. ഇനി ബില്ല് പറഞ്ഞില്ല എന്ന് വേണ്ട, 1050 രൂപ. അത് എന്റെ റേറ്റ് ആണ്, പബ്ലിക്കിന് ഈ പ്രൈസ് ആയിരിക്കത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതിൽ കാണാം. This is MD signing off for the time being. Good night to you and cheers.